ചരണവോ ശരണം പ്രപദ്യേ. ശ്രീരാമ രാമ ശ്രീരാമ രാമ ശ്രീരാമ രാമ. രാമനും കൃഷ്ണനും ഭഗവാന്റെ നമ്മൾ ബലരാമനാണോ എന്ന് ചോദിക്കാറുണ്ട്. അല്ല, ഇവിടെ ആരാണ്? ശ്രീരാമനാണ്. അത് തിരിച്ചറിയാൻ വിഷമുള്ളത് കൊണ്ട് ചിലപ്പോൾ ബലരാമൻ എന്ന് വേറെ തന്നെ പറയുകയാണ്. 3 രാമന്മാരാണ് ഉള്ളത്: പരശുരാമൻ, ശ്രീരാമൻ, ബലരാമൻ. ഒപ്പം തന്നെ ബലരാമനോടൊപ്പം തന്നെ ശ്രീകൃഷ്ണനും ജനിച്ചു. ഇതിനു വേണ്ടിയിട്ടാണ് ഭൂമിയിൽ ധർമ്മത്തെ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട്, സജ്ജനങ്ങളെ അനുഗ്രഹിക്കുന്നതിന് വേണ്ടി, ദുഷ്ടന്മാരെ നിഗ്രഹിക്കുന്നതിന് വേണ്ടി, അധർമ്മത്തെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി, പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. ദ്വാപരയുഗത്തിലാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ അവതരിക്കുന്നത്. ചന്ദ്രവംശത്തിൽ ഭഗവാൻ യദുകുലത്തിൽ അവതരിച്ചു. യദുകുല ഭാസ്കരനായിട്ട് അവതരിച്ചു ഭൂമിയിലെ ധർമ്മത്തെ സംസ്ഥാപനം ചെയ്യാൻ. ആ കഥ ചുരുക്കിയിട്ടാണ് പറയുന്നത്. വളരെ വളരെ ചുരുക്കിയിട്ട് 2 ശ്ലോകങ്ങൾ കൊണ്ട് 8ാമത്തെ പുത്രനായിട്ട്, ദേവകി വസുദേവന്മാരുടെ 8ാമത്തെ പുത്രനായിട്ട് കംസന്റെ കാരാഗ്രഹത്തിൽ അവതരിച്ച് യാദവ വംശത്തെ കൊണ്ടും പാണ്ഡവരെ കൊണ്ടും ഭൂമിയിൽ ധർമ്മത്തെ നിലനിർത്താൻ പരിശ്രമം ചെയ്ത് അധർമ്മത്തെ ഇല്ലാതാക്കി ഒടുവിൽ ഭക്തോത്തമനായ തൻ്റെ പ്രധാനമന്ത്രി ഉദ്ധവന് അതിശ്രേഷ്ഠങ്ങളായ ഉപദേശങ്ങൾ നൽകിക്കൊണ്ട് ബദരി ആശ്രമത്തിലേക്ക് പറഞ്ഞയച്ച് യാത്രയാക്കിയിട്ട് ഭഗവാൻ പ്രഭാസ തീർത്ഥക്കരയിൽ വെച്ച് ജല എന്ന വേടന്റെ അമ്പിനെ കാരണമാക്കിക്കൊണ്ട് സ്വധാമത്തിൽ എഴുന്നള്ളി എന്ന് ചുരുക്കി പറയുകയാണ്. ഇപ്പോഴെല്ലാം ഇല്ലേ, വിട്ടുകൂറ്റൊന്നുമില്ല, പ്രധാനപ്പെട്ടതൊക്കെ അല്ലേ. 2 ശ്ലോകങ്ങൾ കൊണ്ട് ചുരുക്കി വർണ്ണിച്ചു. പക്ഷേ ഇത്രയും ചുരുക്കിയിട്ട് 2 ശ്ലോകങ്ങൾ കൊണ്ട് വർണ്ണിച്ചാൽ പോരാ. എന്നിട്ട് വേണം വിസ്തരിച്ച് കേൾക്കണം. ഈ നവമസ്കന്ധം 9ാമത്തെ സ്കന്ധത്തിലെ കഥകളൊക്കെ ചുരുക്കിയിട്ട് കേട്ടതാണ്. ചുരുക്കി പറഞ്ഞത് വേറെ എവിടെ നിൽക്കട്ടെ, ഈ കാര്യമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഒന്നൊന്ന്